നമസ്കാരം. ഈസി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആയിരുന്നു. ഇന്ന് ഹൗ വി ക്യാൻ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള മെയിൻ പോർഷനാണ്. അതുമാത്രമല്ല ഹീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മെയിൻ ഇക്വേഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഫിൽ ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അത് ഞങ്ങൾ വന്ന് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ വരെയാണ് പഠിച്ചത്. എന്തായിരുന്നു ഓംസ് ലോ? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അല്ലെങ്കിൽ എന്താ? വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. അതാണ് ഓംസ് ലോയുടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ ചാപ്റ്ററിൻ്റെ മെയിൻ പോർഷനിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ്. വി ആർ കൺവേർട്ടിംഗ് വാട്ട്? ഇലക്ട്രിക്കൽ എനർജി. We are converting electrical energy into what? Heat energy. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വി ആർ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു എ യൂസ്ഫുൾ ഫോം ഹീറ്റ്. ദാറ്റ് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വി ആർ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് വാട്ട്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? വാട്ട് വിൽ ഹാപ്പൻ ഹിയർ? എനർജി കൺവേർഷൻ ഈസ് ഹാപ്പനിങ്. ഒരു എനർജി ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് എനർജി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ആ കൺവേർഷനെ ബേസ് നമുക്കൊരു ലോ അറിയാം. എന്താ ലോ? വാട്ട് ഈസ് ദാറ്റ് ലോ? യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്? യെസ്, എനർജി ഈസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഒരു ഫോം നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധിക്കത്തില്ല. ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനർജി കൺവേർഷനെ ബേസ് ചെയ്തുള്ള ലോ ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് energy. Energy is neither be created nor be destroyed. It can be converted from one form to another. Okay. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന്. അത് ബേസ് ചെയ്തുള്ള ലോയും പറഞ്ഞു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഹീറ്റ് എനർജി അല്ല ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രോസസ്സ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് how electrical energy is converted into what? Heat energy. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വി ആർ കൺസിഡറിങ് എ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താ കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താ? it will convert electrical energy. Okay, we are taking a conductor. Okay, copper. Conductor means what? ചാലകം. ഒരു കോപ്പർ കണ്ടക്ടറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കണ്ടക്ടറിനകത്ത് ഇപ്പോൾ നമ്മൾ കോപ്പർ കണ്ടക്ടർ എടുക്കുമ്പോൾ അതിനകത്തുണ്ട് കോപ്പർ ആറ്റംസ് ഉണ്ട്, കോപ്പർ ആറ്റംസും ഉണ്ട്. ഇത് കണ്ടക്ട് ചെയ്യും അല്ലേ? കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ പ്രസൻസ് വേണം? യെസ്, ഫ്രീ ചാർജ് ക്യാരിയേഴ്സ്. ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു കണ്ടക്ടർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. സോ ഒരു കണ്ടക്ടറിനകത്ത് കോപ്പർ ആറ്റംസും ഉണ്ട്, പിന്നെന്തുമുണ്ട്? ഫ്രീ ചാർജ് ക്യാരിയേഴ്സും ഉണ്ട്. നമുക്കറിയാം ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? എപ്പോഴും റാൻഡംലി മൂവിങ് എലോങ് ദിസ് കണ്ടക്ടർ. ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് ആർ റാൻഡംലി മൂവിങ് എലോങ് ദിസ് കണ്ടക്ടർ. റാൻഡംലി മൂവിങ്. randomly moving along this conductor. ഓക്കെ, നമ്മൾ കണ്ടക്ടർ എടുത്തു. ഇനി ഈ കണ്ടക്ടറിനെ നമുക്കൊരു സെല്ലായിട്ട് കണക്ട് ചെയ്യാം. ഒരു സെല്ലെടുക്കുന്നു. നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ. So this is negative end
ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ് എൻഡ്. നമ്മൾ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് നെഗറ്റീവ് ടെർമിനൽ ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ്. ദിസ് നെഗറ്റീവ്. നമുക്കറിയാം എന്താ, സ്മോളർ എൻഡ് നെഗറ്റീവ് ടെർമിനലും ലാർജർ എൻഡ് എന്താണ്, പോസിറ്റീവ് ടെർമിനൽ. സോ നെഗറ്റീവ് ടെർമിനൽ, this is negative end and this is positive end. Okay, electrons are randomly moving. This is electrons are randomly moving along this conductor. And one more thing, that is called what, copper atoms. Copper atoms also in this conductor. We are taking here copper conductor. So copper atoms also here. Okay. അപ്പോൾ നമ്മൾ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക, കണക്റ്റിംഗ് ദ കണ്ടക്ടർ ഇൻ ടു എ സെൽ. ദെൻ ഇലക്ട്രോൺസ് ആർ റാൻഡംലി മൂവിങ്. സോ ഏത് ഡയറക്ഷൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഇലക്ട്രോൺസ് ആർ മൂവിങ്? യെസ്, നെഗറ്റീവ് എൻഡ് ടു പോസിറ്റീവ് എൻഡ്. ഇൻ ദിസ് ഡയറക്ഷൻ ഇലക്ട്രോൺസ് ആർ റാൻഡംലി മൂവിങ്. നമുക്കറിയാം ഇലക്ട്രോൺസിന് ഏത് ചാർജാണുള്ളത്? യെസ്, നെഗറ്റീവ് ചാർജാണുള്ളത്. സോ ഇത് നെഗറ്റീവ് എൻഡ് അല്ലേ? സോ നെഗറ്റീവ് എൻഡിൽ നിന്ന് റിപ്പൽ ചെയ്ത് പോസിറ്റീവ് എൻഡിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് അട്രാക്റ്റ് ചെയ്യും. സോ ദ ഇലക്ട്രോൺസ് ആർ ട്രാവലിംഗ് ഫ്രം നെഗറ്റീവ് എൻഡ് ടു പോസിറ്റീവ് എൻഡ്. ഓക്കെ, ഇലക്ട്രോൺസ് ആർ റിപ്പൽഡ് ഫ്രം നെഗറ്റീവ് എൻഡ്. വൈ? ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ്. സോ നെഗറ്റീവ് എൻഡിൽ നിന്നും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഫ്രം നെഗറ്റീവ് എൻഡ് ഇലക്ട്രോൺസ് ആർ റിപ്പലിംഗ് ആൻഡ് attracted to which end? Positive end. Positive end and attracted. Okay, so electrons are moving from negative end to positive end. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കോപ്പർ ആറ്റംസ് ഉണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. ഈ ഇലക്ട്രോൺസ് കോപ്പർ ആറ്റംസുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊളൈഡ് ചെയ്യും, ഹിറ്റ് ചെയ്യും. ഇത് കോപ്പർ ആറ്റംസ് അല്ലേ? copper atoms. So these copper atoms are continuously hitting with these electrons. Copper atoms എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊളൈഡ് ചെയ്യും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഒരു ഹൈ കൈനറ്റിക് എനർജി, ഹൈ വെലോസിറ്റിയിൽ, ഇപ്പോൾ ഒരു ബുള്ളറ്റ് ഹൈ വെലോസിറ്റിയിൽ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, ദി ഹൈ വെലോസിറ്റി എന്നാൽ കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി ഏത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? ഒരു സബ്സ്റ്റൻസ് ഒരു ഹൈ വെലോസിറ്റിയിൽ, ഹൈ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുമ്പോൾ മറ്റൊരു സബ്സ്റ്റൻസുമായിട്ട് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ, കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ ഏത് എനർജി ഫോം ചെയ്യും? ഹീറ്റ് എനർജി ഫോം ചെയ്യും. അതായത് നമുക്ക് പറയാം ഹൈ കൈനറ്റിക് എനർജി ഏത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഹീറ്റ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇലക്ട്രോൺസ് കോപ്പർ ആറ്റംസുമായിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ, കൊളൈഡ് ചെയ്യുമ്പോൾ ഏത് എനർജി ഫോം ചെയ്യും? ഹീറ്റ് എനർജി അവിടെ ഫോം ചെയ്യും. സോ ദിസ് കൈനറ്റിക് എനർജി of electrons, kinetic energy is converted to which energy? Heat energy. മനസ്സിലായോ? നമ്മൾ സെല്ലുമായിട്ട് കണ്ടക്ടറിനെ കണക്ട് ചെയ്യുന്നു. നമുക്കറിയാം കണ്ടക്ടറിനകത്ത് കോപ്പർ ആറ്റംസും ഉണ്ട്, റാൻഡംലി മൂവിങ് ഇലക്ട്രോൺസും ഉണ്ട്. ഈ റാൻഡംലി മൂവിങ് ഇലക്ട്രോൺസ് നെഗറ്റീവ് എൻഡിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന റാൻഡംലി മൂവിങ് ഇലക്ട്രോൺസ് കോപ്പർ ആറ്റംസുമായിട്ട് ഹിറ്റ് ചെയ്യും. കോപ്പർ ആറ്റംസായിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് ഏത് എനർജിയാണുള്ളത്? കൈനറ്റിക് എനർജിയാണുള്ളത് അല്ലേ? നമുക്കറിയാം ഏത് എനർജിയാണുള്ളത്? കൈനറ്റിക് എനർജിയാണുള്ളത്. കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി ഏത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും? ഹീറ്റ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇലക്ട്രിക് എനർജിയിൽ നിന്നും ഏത് എനർജി ഫോം ചെയ്യുന്നത്? ഹീറ്റ് എനർജി ഫോം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഹീറ്റ് എനർജി എങ്ങനെ ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്തു, അതായത് എന്ത് കൊടുത്തു? നമ്മളൊരു സോഴ്സ് കൊടുത്തു, ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് കൊടുത്തു. അതിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി നെഗറ്റീവ് ഇലക്ട്രോൺസ് നെഗറ്റീവ് എൻഡിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്തു. ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് മൂവിങ്
these electrons will collide with the copper atoms. So that because of that collision, because of that heating, what will happen? Heat energy will produce there. The kinetic energy of electrons will converted into heat energy. So heating effect of electric current will produce there. Okay. നമ്മൾ പഠിച്ചു ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന്. നമ്മൾ ഇനി ഒരു സബ്സ്റ്റൻസിൽ എത്രമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വാട്ട് ഈസ് മീൻ ബൈ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പഠിച്ചു. ഹൗ ഹീറ്റിംഗ് എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ, അതൊന്നും അതിൻ്റെ പ്രോസസ്സ് നമുക്ക് മനസ്സിലായി. ഇനി ഹൗ മച്ച് ഹീറ്റ് വിൽ പ്രൊഡ്യൂസ് ഇൻ എ കണ്ടക്ടർ, ഒരു ജാലകത്തിൽ എത്രമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഹൗ മച്ച് ഹീറ്റ് വിൽ പ്രൊഡ്യൂസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫോർമുലാസ് വേണം. ഇനി നമുക്ക് ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് നമുക്ക് പറയാം. നമുക്കറിയാം ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അല്ലേ. എനർജി എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ എനർജി? യെസ്, എനർജി ഈസ് capacity to do work. Okay, to formulate heat energy's formula, we are taking what കുറച്ച് റിലേഷൻസ് നമ്മൾ എടുക്കുകയാണ്. അതാണ് ഹീറ്റ് എനർജി. നമുക്ക് എന്തൊക്കെ റിലേഷൻസ് എടുക്കാം? ഹീറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫോം ഓഫ് എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈസ് കപ്പാസിറ്റി ടു ഡു വർക്ക്. ഓക്കെ, ഹീറ്റിൻ്റെ ഫോമുല നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കണം. എനർജിയുടെ ഫോമുല നമുക്ക് അറിയത്തില്ല അല്ലേ, നമ്മളതും ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് എന്തിൻ്റെ ഫോർമുല അറിയാം? വർക്കിൻ്റെ ഫോർമുല അറിയാം. നമ്മൾ പറഞ്ഞു ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എനർജി എന്ന് പറഞ്ഞാൽ വർക്കാണ്. സോ വി ആർ ടേക്കിംഗ് ദ ഇക്വേഷൻ ഓഫ് വർക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് യെസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു എന്താണ്? W/Q. ഇതിൽ നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ എടുക്കാമല്ലോ. സോ W ഈസ് ഈക്വൽ ടു എന്താണ്? V ഇൻറ്റു Q. V ഈസ് ഈക്വൽ ടു W/Q. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദെൻ W ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q. ഓക്കെ, ദെൻ നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റാണ് അല്ലേ. സോ W ഈസ് ഈക്വൽ ടു എനർജി. W എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി എന്താണ്? ഹീറ്റാണ്. സോ നമുക്ക് വർക്കിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ വർക്കിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹീറ്റ് എന്ന് കൊടുക്കും. ഓക്കെ, എന്തുകൊണ്ടാണ്? വർക്കെന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. സോ ഈ വർക്കിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹീറ്റ് കൊടുക്കുന്നു. സോ H ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q. ഓക്കെ, ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ക്യൂവിൻ്റെ ഇക്വേഷൻ? യെസ്, കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T. ഇതിൽ നമുക്ക് ക്യൂവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. Q ഈസ് ഈക്വൽ ടു എന്താണ്? I ഇൻറ്റു T. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ. സോ V ഇൻറ്റു I ഇൻറ്റു T. ക്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ IT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ H ഈസ് ഈക്വൽ ടു VIT. ദിസ് ഇസ് ദ ഫസ്റ്റ് ഫോർമുല, ഫസ്റ്റ് ഇക്വേഷൻ ഫോർ ഹീറ്റ്. ഓക്കെ, H ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു T. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോർമുല കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓംസ് ലോ. ഓംസ് ലോ എന്താണ്? യെസ്, V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു IR. നമുക്കിവിടെ V ഉണ്ടല്ലോ. വിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? I ഇൻറ്റു R. ഫ്രം ഓംസ് ലോ വി നോ V ഈസ് ഈക്വൽ ടു IR. സോ ദിസ് ഇക്വേഷൻ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ. സോ H ഈസ് ഈക്വൽ ടു വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? I ഇൻറ്റു R ഇൻറ്റു I ഇൻറ്റു T. സോ വിച്ച് ഈസ് ഈക്വൽ ടു I സ്ക്വയർ R T. I square RT. This is the second equation for heat. H is equal to I square RT. This is very important equation for you. H is equal to I square RT. Okay. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ കണ്ടുപിടിക്കാം. തേർഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാം.
ഇത് അതും ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഓംസ് ലോയിൽ നിന്ന് തന്നെ. ഐ ഈസ് ഈക്വൽ ടു എന്താ? ഐ ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അത് നമുക്കറിയാം അല്ലേ? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. നമുക്ക് ഈ ഐയുടെ സ്ഥാനത്ത് വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ എച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി ബൈ ആർ ഇൻറ്റു ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? വി സ്ക്വയർ, വി ഇൻറ്റു വി, വി സ്ക്വയർ ടി divided by R. This is the third equation for heat. ഓക്കെ, എന്നാൽ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഏത് റിലേഷനിൽ നിന്നാണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. എനർജി ഈസ് കപ്പാസിറ്റി ടു ഡു വർക്ക്. സോ വർക്കിൽ നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നു. നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താ? വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ദാറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ. അതിൽ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വർക്ക് എന്ന് പറയുന്നത് ഹീറ്റ് തന്നെയാണല്ലോ. സോ ഹീറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ. നമുക്ക് ക്യൂ അറിയാം. ക്യൂ ഇൻറ്റു ഐ, ക്യൂ ഇസ് ഐ ഇൻറ്റു ടി. സോ വി ഐ ടി. ദിസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓംസ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. വി ഇസ് ഈക്വൽ ടു ഐ ആർ. സോ ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി, അതെ ഐ സ്ക്വയർ ആർ ടി. നെക്സ്റ്റ് എച്ച് ഇസ് ഈക്വൽ ടു ഐ എന്താണ്? വി ബൈ ആർ ആണ്. സോ വി ഇൻറ്റു ഐ ആർ ഇൻറ്റു ടി. സോ വി സ്ക്വയർ ആർ ടി. ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ. സോ വി ഗോട്ട് 3 equations ഫോർ ഹീറ്റ്. ഇത് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എന്തുകൊണ്ടാണ്? എന്താ സെക്കൻഡ് ഇക്വേഷൻ? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എന്താ സെക്കൻഡ് ഇക്വേഷൻ? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. നമുക്കിതിനെ ഒരു ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ഹീറ്റിനെ ബേസ് ചെയ്ത് ഉള്ള വെരി ഇമ്പോർട്ടൻറ്റ് ലോയാണ് എന്ത്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ. ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് എന്താ ലോ എന്താണെന്ന് പറയാം. എന്താ? ഒരു കണ്ടക്ടറിന് നമ്മൾ പഠിച്ചൊരു കണ്ടക്ടറിനകത്താണല്ലോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടക്ടറിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എന്തിനൊക്കെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലായിരിക്കും? ഈസ് ഈക്വൽ ടു മീൻസ് വാട്ട്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ. ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട്. സ്ക്വയർ ഓഫ് ദി കറണ്ട് ആൻഡ് ദിസ് ഇസ് വാട്ട്? റെസിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് of the conductor. And this is what T means? Time. This is what? Joule's law of heat. The heat produced in a conductor is directly proportional to square of the conductor, square of the current, resistance of the conductor, and time taken by the current to flow through this conductor. This is Joule's law of heating effect. Okay, hope you understood today's classes. What is heating effect of electric current? What is heating effect of electric current? Yes, if we are converting electrical energy into a useful form, that is heat energy. Base ചെയ്തിട്ടുള്ള ലോ ആണ് law of conservation of energy. Energy is neither be created nor be destroyed, converted from one form to another. ഇനി എങ്ങനെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ കണ്ടക്ടറിനകത്തൂടെ എന്തൊക്കെയുണ്ട്? കോപ്പർ ആറ്റംസ് ഉണ്ട്. കോപ്പർ ആറ്റംസ് ഒരു കണ്ടക്ടറിൽ കോപ്പർ ആറ്റംസ് ഉണ്ട്. നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആർ റാൻഡംലി മൂവിങ് അലോങ് ദിസ് കണ്ടക്ടർ. സോ because of the random movement, what will happen? The electrons will hit with this copper atoms. Because of that collision, because of that hitting, what will produce? Heat energy will produce. Okay, because of that kinetic energy of electrons will converted into heat energy. Okay, that is heating effect of electric current. Next, the formulas for heat is a form of energy. Energy means what? Capacity to do work. So energy is related to work. So we know the equation of work. W is equal to V into Q. We are substituting
H is equal to work is related to heat also. Okay, so W, we are substituting instead of W, that is H. H is equal to V into Q. We know the equation of Q, that is I into T. So V into I into T. VIT is the first equation for heat. Second one, from Ohm's law, we know V is equal to I into R. Substituting here in V, we are substituting IR. So IR into I into T, I square RT. This is second equation for heat. Next equation, from same Ohm's law, I is equal to V by R. So substituting here, in the place of I, we are substituting V by R. So V into I by V by R into T. So V square T by R. This is the three equations for heat. From the second equation, which is equal to I square RT, we got what? A law, that is Joule's law of heating, very important. Joule's law, what is Joule's law? Joule's law means heat is directly proportional to square of the current, resistance of the conductor, and time taken by the current to flow through this conductor. That is Joule's law of heating, which is equal to I square RT. Okay, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.